കാപ്പൻ മുന്നിൽ, പാലായിൽ മാണി സി കാപ്പൻ മുന്നിൽ എന്ന സൂചന പുറത്തു വരുന്നു. പാലായിൽ മാണി സി കാപ്പൻ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. ആലപ്പുഴയിൽ ആദ്യ ലീഡ് ഈ പറഞ്ഞതുപോലെ സലാമിനായിരുന്നു എങ്കിൽ കൂടിയും സുധാകരനിലേക്ക് പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് NMR റസാഖ് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. തപാൽ വോട്ടുകൾ അത് മാറിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ മുന്നിലേക്ക് മാറിയും തിരിഞ്ഞും വരുന്നു. ഇഞ്ചോടിഞ്ച് മത്സരം പാലക്കാട് നടക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. അതായത് സംസ്ഥാനത്ത് രണ്ടിടത്ത് NDA മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് മഞ്ചേശ്വരം, മറ്റൊന്ന് പാലക്കാട്. തപാൽ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടിടത്ത് NDA. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ്. പൂഞ്ഞാറിൽ LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുന്നിൽ നിൽക്കുകയാണ്. പാലയിലും പൂഞ്ഞാറിലും ഈ പറഞ്ഞതുപോലെ ഷോൺ ജോർജിനും PC ജോർജിനും വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ദേവികുളത്ത് രാജയാണ് മുന്നിൽ നിൽക്കുന്നത്. തൃശൂരിൽ രാജൻ പല്ലൻ, ഇതുപോലെ BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലം രാജൻ പല്ലൻ മുന്നിൽ നിൽക്കുന്നു എന്ന സൂചന. നോക്കൂ, സംസ്ഥാനത്തെ ആകെ ചിത്രം പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ 64ഇടത്തെ ഫല സൂചന അറിവായി വന്നപ്പോൾ LDF 27ഇടത്തും UDF 26ഇടത്തും, അതായത് തപാൽ വോട്ടുകളിൽ കട്ടയ്ക്ക് ഇഞ്ചോടിഞ്ച് മത്സരം. NDA ഒരിടത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. അത് മഞ്ചേശ്വരമാണ്. നേരത്തെ പാലക്കാട് പോസ്റ്റൽ ബാലറ്റുകളിൽ നെടുമങ്ങാട് മന്ത്രി GRN മുന്നിലെന്ന വാർത്തകൾ പുറത്തുവരികയാണ്. തൃത്താലയിൽ VT ബൽറാമിനാണ് ലീഡ്. ഈ പറഞ്ഞതുപോലെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃത്താല. അമ്പലപ്പുഴയിൽ G സുധാകരൻ ആ ലീഡ് നിലനിർത്തുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നെന്മാറയിൽ K പ്രേമനാണ് LDF സ്ഥാനാർത്ഥി K പ്രേമൻ മുന്നിൽ എന്ന. കൈപ്പമംഗലത്ത് KK വത്സരാജ് 14 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യം. സംസ്ഥാനത്ത് LDF 36, UDF 28, NDA 2 എന്നിങ്ങനെയാണ് ഇപ്പോൾ തപാൽ വോട്ടുകളുടെ എണ്ണി തുടങ്ങിയ ഈ ഘട്ടത്തിൽ തപാൽ വോട്ടുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിരുവല്ലയിൽ അനൂപ് ആന്റണി മുന്നിലെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. നേമത്ത് ശിവൻകുട്ടി മുന്നിൽ, 14 ബാലുശ്ശേരിയിൽ VT സൂരജ്, UDF സ്ഥാനാർത്ഥി VT സൂരജ് മുന്നിലെന്ന സൂചന. റാന്നിയിൽ പഴകുളം മധു മുന്നിലാണ്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം റാന്നിയിൽ പഴകുളം മധുവിന് കൽപ്പിച്ചിരുന്നില്ല. പക്ഷേ പഴകുളം മധു UDF സ്ഥാനാർത്ഥി മുന്നിലെന്ന സൂചനകൾ പുറത്തുവരുന്നു. കായംകുളത്ത് U പ്രതിഭ മുന്നിട്ട് നിൽക്കുന്നു. മഞ്ചേശ്വരത്തെ K സുരേന്ദ്രൻ 14 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. തൃത്താലയിൽ VT ബൽറാമിന് ലീഡ്. സംസ്ഥാനത്ത് LDF 36, UDF 28, NDA 2 എന്നിങ്ങനെയാണ്